ബെസ്റ്റ് ഫ്രണ്ട് ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ് അക്ഷയ്. ഇവിടെ വന്ന് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. സിദ്ധാർത്ഥൻ വിളിച്ചുകൊണ്ട് വന്ന് ഒരു 10 പേരെ കൊണ്ടുവന്നു. ഇവിടെ ഈ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ആഹാരം ഉണ്ടാക്കി കൊടുത്തു. ഈ റഹാനും ഈ അക്ഷയും എല്ലാം ഇവിടെ വന്ന് കഴിച്ചു പോയത്. എന്നിട്ടാണ് അവർ കൂടെ നിന്നിട്ട് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ആ മൂലയിൽ താഴെ മാറിയിരിക്കുക. ഇവിടെ ഇരിക്കുമ്പോഴും എല്ലാവരെയും കരച്ചിലും കൊണ്ട് എനിക്ക് ആ പടം മെൻ്റൽ പോലെ ആയിപ്പോയി. ഞാൻ താഴെ ചെന്നിരുന്നപ്പോൾ 2-3 കുട്ടികൾ ഇറങ്ങി പോകുമ്പോൾ ഞാൻ കണ്ടു ഒരു 10-20 കുട്ടികൾ കയറി വരുന്നുണ്ട്. ഒരു 3 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, ഒരാണും. അപ്പോൾ എന്നെ വന്നിട്ട് തോളിൽ കൂടെ കെട്ടിപ്പിടിച്ച് കഴുത്തിലും എല്ലാം കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ചെവിയുടെ അടുത്തോട്ട് വന്നു. ചെവിയുടെ അടുത്തോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളെ ഒരു കാര്യം പറയാനുണ്ട്, കേൾക്കണമെന്ന് പറഞ്ഞു. അവരെന്നെ മുറുകെ പിടിച്ചേക്കുക. ചിലപ്പോൾ ഞാൻ ചാടി കഴിക്കുമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് കഴിക്കാൻ പോയിട്ട് നാക്ക് പോലും വരുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എനിക്ക് അങ്കിളിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേ പറഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ സിദ്ധാർത്ഥൻ്റെ. ഈ 2 പേരിൽ ആരെങ്കിലും ഒരാൾ ഇത് കേട്ടേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ജീവിതകാലം മൊത്തം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇത് കേട്ടേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. എന്നിട്ട് അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സിഞ്ചോ തല വെട്ടുമെന്ന് പറഞ്ഞേക്കുക. എനിക്കറിയില്ലായിരുന്നു സിഞ്ചോ. അതിനുശേഷം ഈ സസ്പെൻഷനിലായ സീനിയറിൽ സിഞ്ചോ ഉണ്ടെന്നു. ആൻറ്റി റാങ്കിങ് ഇത് ആക്ട് പ്രകാരം സസ്പെൻഷനിലായി ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട്. അതിൽ ഈ സിഞ്ചോ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഫോട്ടോയും ഉണ്ട്, എല്ലാം ഉണ്ട്, നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. സിഞ്ചോ തല വിട്ടുമെന്ന് പറഞ്ഞേക്കുക. അപ്പോൾ എനിക്കറിയില്ല ഇത് ആരാ സിഞ്ചോ എന്ന്. അടുത്ത് പറഞ്ഞ് സിഞ്ചോയും ഫ്രണ്ട്സും അക്ഷയും റഹാനും ഡാനിഷും ആണ്. ഈ 3 പേരും എനിക്ക് നല്ലവണ്ണം അറിയാം. ഈ അക്ഷയ് റഹാനും ഡാനിഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ റൂംമേറ്റ്സാണ്. എൻ്റെ റൂംമേറ്റ്സിന് കഴിഞ്ഞ വർഷം മുതൽ എനിക്ക് ഈ പേര് നല്ലവണ്ണം അറിയാം. വിളിക്കുമ്പോഴും അവൻ്റെ കൂടെ പുറത്ത് പോകുന്നു, ഈ അക്ഷയുടെ പുറത്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പേരെനിക്ക് നല്ലവണ്ണം അറിയാം. സിഞ്ചോ മാത്രം അറിയില്ല. പറഞ്ഞ സിഞ്ചോയും ഫ്രണ്ട്സും അക്ഷയും റഹാനും ഡാനിഷും കൂടെ റൂമിനകത്ത് കൊണ്ടുപോയി, ഹോസ്റ്റൽ റൂമിനകത്ത് കൊണ്ടുപോയി തീർത്തയാണെങ്കിലേ തീർത്തിട്ട് തൂക്കിയാണ്. ഇത് വിട്ടുകളയില്ല. ബെസ്റ്റ് ഫ്രണ്ട് ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ് അക്ഷയ്. ഇവിടെ വന്ന് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. ഇവൻ വിളിച്ചുകൊണ്ട് വന്നു, സിദ്ധാർത്ഥൻ വിളിച്ചുകൊണ്ട് വന്ന് ഒരു 10 പേരെ കൊണ്ടുവന്നു. ഇവിടെ അക്ഷയ് എല്ലാവരും തിരുവനന്തപുരം കാണണം എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ആഹാരം ഉണ്ടാക്കി കൊടുത്ത് എല്ലാ മക്കൾക്കും ആഹാരം ഉണ്ടാക്കി കൊടുത്ത്. എന്നിട്ട് സിദ്ധാർത്ഥൻ പറഞ്ഞ് അമ്മ മോളിൽ വീട്ടിൽ പോയിട്ട് നമുക്ക് ചിക്കൻ ഗ്രില്ലുണ്ടാക്കി കഴിക്കണം, ഒരു ദിവസം വൈകുന്നേരം അൽഫാം ഉണ്ടാക്കി കഴിക്കണം. അതിനും ഇവർക്ക് എൻ്റെ വൈഫ് തന്നെയാണ് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഗില്ലും മാഞ്ചി കരിയും മാഞ്ചി എല്ലാം മാഞ്ചി മക്കൾ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് കഴിയും. ഈ റഹാനും ഈ അക്ഷയും എല്ലാം ഇവിടെ വന്ന് കഴിച്ചു പോയത്. എന്നിട്ടാണ് അവർ കൂടെ നിന്നിട്ട് ഇതങ്ങ് ചെയ്തത്. അവൻ്റെ റൂംമേറ്റ്സുമായിട്ടുള്ള 4 പേരുണ്ട്. അതാ ഒട്ടും സഹിക്കാൻ വയ്യാത്ത കുറേ സീനിയറാണ്. നമുക്ക് ഒറ്റയ്ക്കും സഹിക്കാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും നമ്മൾ വിചാരിക്കും സീനിയേഴ്സുമാർ റാഗിങ്ങല്ലോ എന്ന്. പക്ഷേ സ്വന്തം റൂമിൽ കിടന്നിട്ട് റൂംമേഴ്സും ആയിട്ടുള്ള ആൾ തിരിയുമെന്ന് പറയുമ്പോൾ അപ്പോൾ അവ എന്തുമാത്രം ചതിക്കകത്ത് പെട്ടുപോയി എന്നൊന്ന് ആലോചിക്കണം. ചതിയിൽ സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.